ഹായ് ഫ്രണ്ട്സ്, എഡ്യൂപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. 2024 എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആയിരിക്കും. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 76ാമത് കരസേനാ ദിന ആഘോഷത്തിൻ്റെ വേദിയായത്. 2024 76ാമത് കരസേനാ ദിനമാണ് ആഘോഷിച്ചത്. അതിന് വേദിയായത് ലക്നൗ ആണ്. ലക്നൗവിലാണ് 2024 76ാമത് കരസേനാ ദിനാഘോഷത്തിൻ്റെ വേദിയായത്. 2023 കരസേനാ ദിനാഘോഷത്തിൻ്റെ വേദി ബംഗളൂരു ആയിരുന്നു. 2023 ബംഗളൂരു, 24 ലക്നൗ. നമുക്കറിയാം, ഇന്ത്യൻ കരസേനാ ദിനമായി ആചരിക്കുന്നത് ജനുവരി 15 ഇന്ത്യൻ കരസേനാ ദിനം ജനുവരി 15. ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവിയാണ് മനോജ് പാണ്ഡെ. ഇന്ത്യയിലെ നിലവിലെ കരസേനാ മേധാവി മനോജ് പാണ്ഡെ. ഇന്ത്യൻ കരസേനയുടെ ആദ്യ മേധാവിയായ വ്യക്തിയാണ് ഫീൽഡ് മാർഷൽ KM കരിയപ്പ. ഫീൽഡ് മാർഷൽ KM കരിയപ്പയാണ് ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ മേധാവി. അദ്ദേഹം ചുമതലയേറ്റ ദിവസത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ ദേശീയ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ നമ്മുടെ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ പുസ്തകമാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ളത് മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ പുസ്തകമാണ്. അടുത്ത ചോദ്യം, ഈ വർഷത്തെ പ്രൊഫസർ MK സാനു മാസ്റ്റർ പുരസ്കാരം ലഭിച്ച വ്യക്തി. ഈ വർഷത്തെ 2024 പ്രൊഫസർ MK സാനു മാസ്റ്റർ പുരസ്കാരം. MK സാനു മാസ്റ്റർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർക്കാണ് 2024 പ്രൊഫസർ MK സാനു മാസ്റ്റർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പ്രൊഫസർ MK സാനുവിൻ്റെ ഒരു പുസ്തകമാണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം. MK സാനു എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി. MK സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി ആത്മകഥയാണ്. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് C രാധാകൃഷ്ണൻ. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് C രാധാകൃഷ്ണൻ. അതേപോലെ സാറ ജോസഫിൻ്റെ ഒരു നോവലാണ് കറ. അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുക. സാറ ജോസഫിൻ്റെ നോവലിൻ്റെ പേരാണ് കറ. നെക്സ്റ്റ് വൺ, നെതർലാൻഡ്സിൽ നടന്ന ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെൻറ്റിൽ വിജയിയായത് പ്രജ്ഞാനന്ദയാണ്. പ്രജ്ഞാനന്ദയാണ് നെതർലാൻഡ്സിൽ നടന്ന ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെൻറ്റിൽ വിജയിയായ വ്യക്തി. പ്രജ്ഞാനന്ദ. ലോക ചാമ്പ്യനായിട്ടുള്ള ചൈനയുടെ ഡിങ് ലിറനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ വിജയിയായത്. ഈ ഒരു വിജയത്തോടു കൂടി ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമതായത് പ്രജ്ഞാനന്ദയാണ്. നെതർലാൻഡ്സിൽ നടന്ന ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെൻറ്റിൽ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയതോടുകൂടി ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമതായ വ്യക്തിയായിരുന്നു പ്രജ്ഞാനന്ദ. ഇന്ത്യയുടെ 84ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ വ്യക്തിയാണ് വൈശാലി. ഇന്ത്യയുടെ 84ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ വ്യക്തിയാണ് വൈശാലി. ഇന്ത്യയുടെ 84ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് വൈശാലി. 2023 ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ ആണ്. 2023 ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ വ്യക്തി മാഗ്നസ് കാൾസൺ ആണ്. 2023 തന്നെ ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയിയായ വ്യക്തിയാണ് ചൈനയുടെ ഡിങ് ലിറൻ. 2023 ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവാണ് ഡിങ് ലിറൻ. 2023 ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ ആണ്. 2023 ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവായത് ഡിങ് ലിറൻ. അടുത്ത ക്വസ്റ്റ്യൻ, കുഫ്രി ഉദയ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? കുഫ്രി ഉദയ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിൻ്റെ സങ്കര ഇനമാണ് കുഫ്രി ഉദയ്. ഉരുളക്കിഴങ്ങിൻ്റെ ജനിതക മാറ്റം വരുത്തിയ ഇനമാണ്
KJ66. ഉരുളക്കിഴങ്ങിൻ്റെ ജനിതക മാറ്റം വരുത്തിയ ഇനത്തിൻ്റെ പേരാണ് KJ66, KJ66. അതേപോലെ തന്നെ മണ്ണുത്തി വെറ്റിനറി സർവകലാശാല വികസിപ്പിച്ച സങ്കര ഇനം കോഴിയുടെ പേരാണ് ത്രിവേണി. മണ്ണുത്തി വെറ്റിനറി സർവകലാശാല വികസിപ്പിച്ച സങ്കര ഇനം കോഴിയാണ് ത്രിവേണി. കുരുമുളകിൻ്റെ പുതിയ സങ്കര ഇനത്തിൻ്റെ പേരാണ് വിജയ്. കുരുമുളകിൻ്റെ പുതിയ സങ്കര ഇനമാണ് വിജയ്. പന്നിയൂർ 2, നീലമുണ്ടി, ഈ രണ്ടിൻ്റെയും സങ്കര ഇനമാണ് വിജയ്. പന്നിയൂർ 2, നീലമുണ്ടി എന്നിവയുടെ സങ്കര ഇനമാണ് വിജയ്. കേരളത്തിൽ സ്വന്തം നിലയിൽ നെൽവിത്ത് വികസിപ്പിച്ച ആദ്യത്തെ കർഷകനാണ് ശശിധരൻ. കേരളത്തിൽ സ്വന്തം നിലയിൽ നെൽവിത്ത് വികസിപ്പിച്ച ആദ്യത്തെ കർഷകനാണ് ശശിധരൻ. അദ്ദേഹം വികസിപ്പിച്ച വിത്തിൻ്റെ പേരാണ് ഗോപിക. അപ്പോൾ ഗോപിക എന്ന് പറയുന്നത് നെൽവിത്താണ്. കേരളത്തിൽ സ്വന്തം നിലയിൽ നെൽവിത്ത് വികസിപ്പിച്ച ആദ്യത്തെ കർഷകൻ ശശിധരനാണ്. അദ്ദേഹം വികസിപ്പിച്ച വിത്തിൻ്റെ പേരാണ് ഗോപിക. അടുത്തത് 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ആണ്. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ആണ്. ബാഴ്സലോണയെ തോൽപ്പിച്ചാണ് റയൽ മാഡ്രിഡ് സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അതേപോലെ 2023 യുവേഫ സൂപ്പർ കപ്പ് വിജയിച്ചത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 2023 യുവേഫ സൂപ്പർ കപ്പ് ജേതാക്കളായത് മാഞ്ചസ്റ്റർ സിറ്റി. 2023 20ാമത് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയതും മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ്. 2023 20ാമത്തെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി. ലോകത്തെ ഏറ്റവും മൂല്യമേറിയ ഫുട്ബോൾ ക്ലബ്ബായി ഫോബ്സ് മാഗസിൻ തിരഞ്ഞെടുത്തത് റയൽ മാഡ്രിഡിനെയാണ്. ഫോബ്സ് മാഗസിൻ പുറത്തുവിട്ട പട്ടിക പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ ഫുട്ബോൾ ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം ഒഡീഷയാണ്. 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം ഒഡീഷ. അടുത്തത് 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയാകുന്നത് കാസർഗോഡാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പ്രൊഫസർ KP സുധീർ. ചെയർപേഴ്സൺ സൗമ്യ സ്വാമിനാഥനാണ്. അപ്പം 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡാണ്. അതിൻ്റെ പ്രസിഡന്റ് KP സുധീർ, ചെയർപേഴ്സൺ സൗമ്യ സ്വാമിനാഥൻ. 2023 നടന്നിട്ടുള്ള 35ാമത് ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി ഇടുക്കിയായിരുന്നു. 34ാമത്തെ ശാസ്ത്ര കോൺഗ്രസ് വേദിയായിരുന്നത് തിരുവനന്തപുരത്താണ്. 2022 34ാം ശാസ്ത്ര കോൺഗ്രസ് നടന്നത്. അത് തിരുവനന്തപുരമാണ് വേദി. 35ാമത് ശാസ്ത്ര കോൺഗ്രസ് 2023 ഇടുക്കിയിൽ വെച്ചാണ് നടന്നത്. 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി ലൗലി പ്രൊഫഷണൽ സർവകലാശാല, പഞ്ചാബ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയാണ് കാസർഗോഡ്. 35ാമത് വേദിയായിരുന്നത് ഇടുക്കിയിലാണ്. 34ാമത്തെ വേദിയായിരുന്നത് തിരുവനന്തപുരത്താണ്. അതേപോലെ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയാണ് ഇപ്പോൾ പറഞ്ഞത്. 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി പഞ്ചാബിലാണ്. പഞ്ചാബിലെ ലൗലി പ്രൊഫഷണൽ സർവകലാശാലയിലാണ് ഇത് നടക്കുന്നത്. ലൗലി പ്രൊഫഷണൽ സർവകലാശാല, പഞ്ചാബ്. അടുത്തത് കേന്ദ്ര സർക്കാർ കണക്ക് പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 7.3%. കേന്ദ്ര സർക്കാർ കണക്ക് പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്കാണ് 7.3%. കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയ വളർച്ച 7.2% കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDPയുടെ വളർച്ചാ നിരക്ക് 7.2 ആയിരുന്നു. RBIയുടെ കണക്ക് പ്രകാരം പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 7 RBI കണക്ക് പ്രകാരം ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 7%. 2023 ഫെബ്രുവരിയിലെ എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം 2022-23 വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7%. 2023 ഫെബ്രുവരിയിലെ എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം 2022-23 വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7%.
ലോകബാങ്കിൻ്റെ വിലയിരുത്തൽ പ്രകാരം 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.3%. ലോകബാങ്കിൻ്റെ വിലയിരുത്തൽ പ്രകാരം 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.3%. നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ അറബിക്കടലിൽ സൊമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലിൻ്റെ പേരാണ് ലില നോർഫോക്ക്. ലില നോർഫോക്ക്. 2024 ജനുവരിയിൽ അറബിക്കടലിൽ സൊമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലിൻ്റെ പേരാണ് ലില നോർഫോക്ക്. ഈ രക്ഷാദൗത്യത്തിലേർപ്പെട്ട യുദ്ധക്കപ്പലിൻ്റെ പേരാണ് INS ചെന്നൈ. ലൈബീരിയൻ ചരക്ക് കപ്പലിനെ രക്ഷിക്കാനായി രക്ഷാദൗത്യത്തിലേർപ്പെട്ട യുദ്ധക്കപ്പലിൻ്റെ പേരാണ് INS ചെന്നൈ. ഈ ഒരു രക്ഷാദൗത്യത്തിൽ ആകാശ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് P-8 വിമാനവും പ്രിഡേറ്റർ ഡ്രോണും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. P-8 വിമാനം, പ്രിഡേറ്റർ ഡ്രോണും ഉപയോഗിച്ചിരുന്നു. ഈ ഒരു ദൗത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറൈൻ കമാൻഡോ ഫോഴ്സാണ് മാർക്കോസ്. 1987 സ്ഥാപിച്ചതാണ് മറൈൻ കമാൻഡോ ഫോഴ്സായിട്ടുള്ള മാർക്കോസ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തുന്ന ആദ്യത്തെ കപ്പലാണ് ഷെൻഹുവ 15. ഷെൻഹുവ 15 ചൈനീസ് കപ്പലാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തുന്ന ആദ്യത്തെ കപ്പൽ, ആദ്യ ചൈനീസ് കപ്പൽ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഷെൻഹുവ 15 ആണ്. ലോകത്തെ ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പാണ് ഐക്കൺ ഓഫ് ദി സീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പാണ് ഐക്കൺ ഓഫ് ദി സീസ്. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ അന്തരിച്ച ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് മരിയോ സഗാലോ. മരിയോ സഗാലോ 2024 ജനുവരിയിൽ അന്തരിച്ച ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് മരിയോ സഗാലോ. താരമായും കോച്ചായും ഫുട്ബോൾ ലോകകപ്പ് നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് മരിയോ സഗാലോ. താരമായിട്ടും കോച്ചായിട്ടും ഫുട്ബോൾ ലോകകപ്പ് നേടുന്ന ആദ്യ വ്യക്തിയാണ് മരിയോ സഗാലോ. അടുത്തിടെ അന്തരിച്ചിട്ടുള്ള ജർമ്മൻ ഫുട്ബോൾ താരമാണ് ഫ്രാൻസ് ബെക്കൻ ബോവർ. അടുത്തിടെ അന്തരിച്ച ജർമ്മൻ ഫുട്ബോൾ താരമാണ് ഫ്രാൻസ് ബെക്കൻ ബോവർ. 1974 കിരീടം നേടിയ പശ്ചിമ ജർമ്മനി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഫ്രാൻസ് ബെക്കൻ ബോവർ. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ലയണൽ മെസ്സി. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ലയണൽ മെസ്സി. 3ാം തവണയാണ് ലയണൽ മെസ്സി ഫിഫ പുരസ്കാരം നേടുന്നത്. 2023 വർഷത്തെ ഫിഫയുടെ മികച്ച വനിതാ താരമാണ് ഐറ്റാന ബോൺമാറ്റി. ഐറ്റാന ബോൺമാറ്റി 2023 വർഷത്തെ ഫിഫയുടെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഐറ്റാന ബോൺമാറ്റി. മികച്ച ഗോളിനുള്ള 2023 പുസ്കാസ് പുരസ്കാരം ലഭിച്ചത് ഗില്ലർമെ മദ്രൂഗ. മികച്ച ഗോളിനാണ് പുസ്കാസ് പുരസ്കാരം നൽകുന്നത്. മികച്ച ഗോളിനുള്ള 2023 പുസ്കാസ് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഗില്ലർമെ മദ്രൂഗ. ഗില്ലർമെ മദ്രൂഗ. 2023 വർഷത്തെ ഫിഫയുടെ മികച്ച പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി പെപ്പ് ഗാർഡിയോള. പെപ്പ് ഗാർഡിയോള 2023 വർഷത്തെ ഫിഫയുടെ മികച്ച പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പെപ്പ് ഗാർഡിയോള. പെപ്പ് ഗാർഡിയോള. 2023 വർഷത്തെ ഫിഫയുടെ ഫെയർ പ്ലേ പുരസ്കാരം ലഭിച്ചത് ബ്രസീൽ പുരുഷ ടീമിനാണ്. 2023 വർഷത്തെ ഫിഫയുടെ ഫെയർ പ്ലേ പുരസ്കാരം ലഭിച്ചത് ബ്രസീൽ പുരുഷ ടീമിനാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്